പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ബൂട്ടി കാക്കി എന്ന പ്രേംചന്ദിന്റെ കഹാനിയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനുള്ള വർക്കാണ് നോക്കുന്നത്. ഇവിടെ ഫിലിം ദേഖെ മുഖ്യ ഘടനാവോം കോ സൂചിബദ്ധ കരയും എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതായത് നിങ്ങളോട് ഫിലിം കണ്ടതിന് ശേഷം അതിലുള്ള സംഭവങ്ങളെ ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. बूटी काकी अपने भतीजा ബുദ്ധിറാം കെ സാത്ത് രഹത്തി थी. ബൂട്ടി കാക്കി തൻ്റെ മരുമകനായ ബുദ്ധിറാമിനോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ബൂട്ടി കാക്കിക്ക് സമ്പത്തി മിൽനെ കെ ബാദ് ഭതീജ ബുദ്ധിറാം और उनकी पत्नी रूपा उनसे बुरी व्यवहार करता है. ബൂട്ടി കാക്കിയുടെ സമ്പത്തെല്ലാം ലഭിച്ചതിന് ശേഷം ഭതീജയായിട്ടുള്ള ബുദ്ധിറാമും ബുദ്ധിറാം എന്ന ഭതീജ മരുമകനായ ബുദ്ധിറാമും അതുപോലെ തന്നെ അവന്റെ ഭാര്യയായിട്ടുള്ള രൂപയും ബൂട്ടി കാക്കിയോട് ക്രൂരമായിട്ട് പെരുമാറുന്നു. भतीजे की बेटी लाडली के अलावा किसी ने उनको प्यार न किया. ഭതീജയുടെ മകളായ ലാഡലിയെ കൂടാതെ മറ്റാരും തന്നെ ബൂട്ടി കാക്കിയോട് അവരോട് സ്നേഹത്തോടെ പെരുമാറുന്നില്ല. घर में मेहमान आते समय भी കാക്കി अपनी कमरे में भूखा रहा. വീട്ടില് അതിഥികൾ വന്ന സമയത്ത് പോലും ബൂട്ടി കാക്കി സ്വന്തം റൂമിൽ വിശന്നിരിക്കുന്നു. അതൊക്കെയാണ് ആ കഹാനിയിലുള്ള ഭാഗങ്ങൾ. ലാസ്റ്റ് ആ കഥയുടെ അവസാനം എന്താണ്? വിശന്നിരിക്കുന്ന ബൂട്ടി കാക്കിയാണ് വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഭക്ഷണത്തിന്റെ അവശിഷ്ടം കഴിക്കുന്നതൊക്കെയാണ് നമ്മൾ ആ കഹാനിയിൽ കണ്ടതല്ലേ. ഇനി അതിൽ തന്നെയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ലിഖേൻ ഫിലിം കെ മുഖ്യ പാത്ര കോൻ കോൻ ഹേ. ഈ ഫിലിമിലെ മുഖ്യ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെ മുഖ്യ പാത്രങ്ങള് ബൂട്ടി കാക്കി, ബുദ്ധിറാം, രൂപ, ലാഡലി. ഇത്രയാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. बताइए इस फिल्म किस समस्या की और संकेत करती है. ഈ ഫിലിം ഏത് സമസ്യയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വൃദ്ധജനോങ്കി ഉപേക്ഷ കർണേ വാലെ ആധുനിക സമാജ്. വൃദ്ധജനങ്ങളെ ഉപേക്ഷിക്കുന്ന ആധുനിക സമൂഹത്തിലേക്കാണ് ഈ കഹാനി വിരൽ ചൂണ്ടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയും ആ ഭാഗത്ത് തന്നിരിക്കുന്ന അത്രയും ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഇതിന്റെ താഴെ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഗോദാന്റെ ബ്ലർബ് എഴുതിയതാണ്. ഗോദാൻ പ്രേംചന്ദിന്റെ ഉപന്യാസാണ്. പ്രേംചന്ദ് ഗോദാൻ, നിർമ്മല, രംഗഭൂമി, കർമ്മഭൂമി, ഗോദാൻ, വരദ, നിർമ്മല മുതലായവയൊക്കെ അദ്ദേഹത്തിന്റെ ഉപന്യാസങ്ങളാണ്. ഇനിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. इकाई के पाठों से एक बार और गुजरें तालिका की पूर्ति करें. ഈ യൂണിറ്റിലെ പാഠങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം എന്നാണ് പറഞ്ഞത്. ഈ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ജഡ്പഡ് ഓർ നടുക്കട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിലും കൂടെ ക്വസ്റ്റ്യൻ ഇതിൽ വരുന്നുണ്ട്. ബഡാ ബായി നദി മേ കൂദ്കർ ചോട്ടേക്ക് ജാൻ ബച്ചത്താ ഹെ. സഹി ഗലത്താണ് ചോദിച്ചത്. സഹി ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ശരി ഇങ്ങനെ മാർക്ക് ചെയ്യുക, ഗലത്താണെങ്കിൽ ഇങ്ങനെ ഇൻറ്റു മാർക്ക് ചെയ്യുക, തെറ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ. ബഡാ ബായി നദി മേ കൂദ്കർ ചോട്ടേക്ക് ജാൻ ബച്ചാത്താ ഹെ. മുതിർന്ന സഹോദരൻ നദിയിലേക്ക് ചാടിയിട്ട് ചെറിയ സഹോദരന്റെ ജീവൻ രക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. കറക്റ്റ് ആണ് അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പൊ സഹി നിങ്ങൾ ടിക്ക് ചെയ്യുക. പിന്നെ അടുത്തത്, कई दिनों के बाद कवि ग्रामीण सौंदर्य का आस्वादन करते हैं. कई दिनों के बाद നമ്മൾ കവിത പഠിച്ചതാണല്ലേ. ആ കവിതയില് കവി ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം കവി ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കുന്നു എന്നാണ് പറഞ്ഞത്. ശരിയാണല്ലേ? ശരിയാണ്. അടുത്തത്,
बुद्धि राम और रूबा हमेशा बूटी काकी का ആദർ करते थे. ബുദ്ധിറാമും രൂപയും എപ്പോഴും ബൂട്ടി കാക്കിയെ ബഹുമാനിച്ചിരുന്നു, അവരോട് ആദരവോടു കൂടി പെരുമാറിയിരുന്നു എന്നാണ് പറഞ്ഞത്. ശരിയാണോ? അല്ല, തെറ്റാണല്ലേ. അപ്പൊ എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്? ഗലത്താണ്, തെറ്റാണ്. അടുത്തത്, बूटी काकी के युवा पुत्र की अकाल में मृत्यु हुई. ബൂട്ടി കാക്കിയുടെ പുത്രൻ അകാലത്തിൽ മരിച്ചു എന്നാണ്, ജവാനായ യുവാവായ പുത്രൻ അകാലത്തിൽ മരിച്ചു എന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. ഇവിടെ ശരിയാണ്. ഇവിടെയാണ് നമ്മൾ ശരി സഹി ഇവിടെ ടിക്ക് ചെയ്യുക അല്ലേ. दो बालक कपड़े सुखाने के लिए धूप में खेलते हैं. രണ്ടു കുട്ടികളും വസ്ത്രം ഉണക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് കളിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഉണ്ടായത്? അല്ല. അപ്പൊ ഇവിടെ ഗലത്താണിത്. अपने गांव की हालत देखकर कवि बहुत परेशान है. സ്വന്തം ഗ്രാമത്തിന്റെ അവസ്ഥ കണ്ടിട്ട് കവി വളരെയധികം വിവശനാണ്, ദുഃഖിതനാണ് എന്നാണ് പറഞ്ഞത്. ശരിയാണോ? അല്ല. ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ കാര്യം ശരിയല്ല. मेहनती बालिकाओं का गाना मन में खुशी लाता है. അവിടെയുള്ള ബാലികമാര് നെല്ല് കുത്തുന്ന സമയത്ത് ഗാനം ആലപിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പരിശ്രമിക്കുന്ന ബാലികമാരുടെ ഗാനാലാപനം മനസ്സിനെ വളരെയധികം സന്തോഷത്തിലാക്കി, കവിയുടെ മനസ്സിനെ വളരെയധികം ഹാപ്പിയാക്കി എന്നാണ് പറഞ്ഞത്. ശരിയാണല്ലേ. അപ്പൊ ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അത്രയാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തുനിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ വർക്ക് ചെയ്യാനുള്ളത്. ബാക്കി പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇത്രയും ഭാഗം നിങ്ങൾ നന്നായിട്ട് ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. ബൂട്ടി കാക്കിയിലെ വർക്ക് ഇത്രയാണുള്ളത്. അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ദിവസം കാണാം.